ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ ജയിൽ നോമിനേഷൻസ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ ജയിൽ നോമിനേഷൻസിൽ ബിഗ് ബോസ് അവസാനം ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അനീഷിനെയും അനുമോളെയും ജയിലിൽ അടയ്ക്കാൻ നോക്കി നിൽക്കുകയായിരുന്നു കുറേ പേര്. അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ കണ്ടൻറ്റിൻ്റെ ബഹളമായിരിക്കും. ഒരുപാട് സത്യങ്ങളും തുറന്ന പറച്ചിലുകളും ഒക്കെ കാണേണ്ടി വന്നേനെ. ബോസണ്ണനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വലിയൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത്തവണത്തെ BB7 മലയാളത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ജയിൽ നോമിനേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി വോട്ട് ചെയ്ത് 2 പേരെ തിരഞ്ഞെടുത്തിരുന്നു. ആ 2 പേരെ എന്ന് പറയുന്നത് നൂറയും സാബുമാനുമായിരുന്നു. പക്ഷേ ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് അവസാന ആഴ്ചയൊക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ജയിലിലടയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാനായിട്ട് നിങ്ങളെ ജയിലിലടയ്ക്കുന്നില്ല, നിങ്ങൾക്ക് ജയിലിൽ വേണമെങ്കിൽ പോകാതിരിക്കാം, പക്ഷേ നിങ്ങൾക്കായിട്ട് 2 പേർക്ക് ആർക്കെങ്കിലുമൊക്കെ ജയിലിൽ കിടന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജയിലിൽ പോകാം, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ജയിലിൽ പോകേണ്ട കാര്യമില്ല. ബിഗ് ബോസ് സീസൺ 7 ജയിൽവാസമൊക്കെ അവസാനിച്ചിരിക്കുകയാണ് എന്ന് ബിഗ് ബോസ് ഓൾറെഡി അനൗൺസ് ചെയ്തു. പക്ഷേ സാബുമാനും നൂറയും മുന്നോട്ട് വന്നു, ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, ഞങ്ങൾ തന്നെ ജയിലിൽ കിടന്നോളാം എന്ന് തന്നെ പറഞ്ഞ് അവർ തന്നെ മുന്നോട്ട് വരികയായിരുന്നു. എന്തായാലും അനീഷും അനുമോളും ജയിലിൽ പോയിരുന്നുവെങ്കിൽ കണ്ടൻറ്റുകളുടെ ബഹളമായനെ. ബോസണ്ണനും അത് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ 2 പേരെയും ജയിലിലടയ്ക്കാനുള്ള ഒരു ടാസ്കുകളും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാവരുടെയും മനസ്സിൽ കയറി ഇന്നവരുടെ പേര് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇത്തവണ ജയിലിലേക്ക് പോകുന്നത് നൂറയും സാബുമാനുമാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.